മതവും യേശുവിൻ്റെ വചനവുമായിട്ടുള്ള വ്യത്യാസം എന്താ? യേശു തൻ്റെ ഐഹിക ജീവകാലത്ത് മതത്തിൻ്റെ വക്താക്കളിൽ നിന്നും മതത്തിന് അടിമയായിരുന്ന മനുഷ്യരിൽ നിന്നും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല ചോദ്യങ്ങളും നേരിട്ടു. അതായത് യേശു കർത്താവ് 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് അത് തിന്നവർ തന്നെ യേശുവിനോട് ചോദിച്ചു, നീ കാര്യമൊക്കെ തന്നു, പക്ഷെ നീ മോശയേക്കാൾ വലിയവനൊന്നുമല്ല. മോശ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം തന്നു, നീ 5 അപ്പം വർദ്ധിപ്പിച്ചല്ലേ ഉള്ളൂ. അവൻ എല്ലാ ദിവസവും രാവിലെ ശൂന്യതയിൽ നിന്നും ആകാശത്ത് നീക്ക് തന്നു, അപ്പോൾ നീ മോശയേക്കാൾ വലിയവനൊന്നുമല്ല. യേശുവിൻ്റെ മറുപടി കേട്ടാണേ. യേശു പറയണ, ഈ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും സ്വർഗത്തിൽ നിന്നുള്ള അപ്പം തിന്നിട്ടും മരിച്ചല്ലോ. എന്നാൽ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് ജീവന്റെ അപ്പമാണ് ഞാൻ. അർത്ഥം എന്താ? മരുഭൂമിയിൽ ഇവന്മാർ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം തിന്നിട്ടും പാപം ചെയ്തു നശിച്ചുപോയി. യേശു പറയണേ, എന്നാൽ ഞാൻ തരുന്ന ഈ അപ്പമില്ലേ, ഈ വചനം, പുതിയ നിയമത്തിന്റെ വചനം, ഈ സുവിശേഷം, ഇതൊന്ന് തിന്നു നോക്കിക്കേ, മരിക്കല. പാപത്തെ ജയിക്കാനുള്ള ശക്തി, വിറ്റമിൻ ഈ വചനത്തിലുണ്ട്. വചനം ഒന്ന് ധ്യാനിക്കണം. തിന്നുക എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ വായിക്കുക എന്നുള്ളതല്ല, മനനം ചെയ്യണം. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പഠിക്കുന്ന കുട്ടികൾ ഒരു ബാത്റൂമിൽ പോകുമ്പോൾ പോലും നോട്ട്ബുക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ ചെറിയ പേപ്പറിൽ അവർക്ക് പഠിക്കാനുള്ളത് എഴുതിയെടുത്തിട്ട് അതുകൊണ്ട് നടക്കും. ഇതുപോലെ ജോലിക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണം വചനം. ബ്രേക്ക് കിട്ടുമ്പോൾ വായിക്കണം, ധ്യാനിക്കണം. അതിലൊളിഞ്ഞിരിക്കുന്ന മർമ്മം കിട്ടും. അത് കഴിച്ചാൽ അനുഭവിക്കുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. പാപത്തെ ജയിക്കാമെന്ന്. പാപത്തെ ജയിച്ചാലുള്ള ഗുണം എന്താ? ഒരു പിതാവ് പാപത്തെ ജയിച്ചാൽ അവിടെ മക്കളും അവിടെ കുടുംബം രക്ഷപ്പെട്ടതാണ്. മക്കൾ പാപത്തെ ജയിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നിങ്ങളുടെ മാതാപിതാക്കളുടെ സന്തോഷമല്ലേ? അത് നിങ്ങൾക്ക് ദൈവം തരും, ഈ വചനം തരും. ഭൂമിയിലെ സകല കുടുംബത്തിനും സമാധാനവും സ്വസ്ഥതയും ഈ വചനം കൊടുക്കും.